കഠിന ചൂടിന് ആശ്വാസമായി അടുത്തയാഴ്ച വീണ്ടും വേനൽ മഴയ്ക്ക് സാധ്യത. നിലവിലെ ഉയർന്ന താപനില തിങ്കളാഴ്ച വരെ തുടർന്നേക്കും. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായുണ്ട്. അലക്സ്, കനത്ത ചൂട് ഇപ്പോഴും അനുഭവപ്പെടുന്നുണ്ട് കേരളത്തിൽ എല്ലായിടത്തും. പ്രത്യേകിച്ച് കൊല്ലം, തൃശ്ശൂർ പോലുള്ള ഇടങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പോലും അവധി കൊടുക്കേണ്ട സാഹചര്യമാണ്. സൂര്യാതപം ഏൽക്കുന്ന സ്ഥിതി ഉണ്ട് കേരളത്തിൽ. ഈ സാഹചര്യത്തിൽ വളരെ പ്രതീക്ഷ നൽകുന്നതാണ് ഒരു വേനൽ മഴ ഉണ്ടാകും എന്ന കാലാവസ്ഥാ പ്രവചനം. എന്താണ് ഈ പ്രവചനത്തിന്റെ ഉള്ളടക്കം? ജിക്കെ, സംസ്ഥാനത്ത് കനത്ത ചൂട് അടുത്തൊരു 3-4 ദിവസം കൂടി തുടരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ വരെ ഈ ചൂടിങ്ങനെ തന്നെ ഉയർന്ന തോതിൽ തുടരാനാണ് സാധ്യത. അതുമാത്രമല്ല, ഇന്ന് 3 ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അത് പാലക്കാട്, തൃശ്ശൂർ, കൊല്ലം ജില്ലകളിലാണ്. അവിടെ 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചൂട് രേഖപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് മുന്നറിയിപ്പ്. കർശനമായ ജാഗ്രത തുടരണം എന്ന മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അങ്ങനെ കനത്ത ചൂട് തുടരുന്നതിനിടെ ആളുകൾ ആ കനത്ത ചൂടിൽ അങ്ങനെ ഉരുകി ഒലിക്കുന്നതിനിടെയാണ് ഒരു ആശ്വാസ വാർത്ത കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അവർ പ്രവചിക്കുന്നത് തിങ്കളാഴ്ചയോടെ സംസ്ഥാനത്ത് വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന പ്രവചനമാണ്. ഏപ്രിൽ 28 മുതൽ ഇടിമിന്നലും കാറ്റോടും കൂടിയ വേനൽ മഴ എല്ലാ ജില്ലകളിലും ലഭിക്കുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അത് കൂടുതൽ പ്രദേശങ്ങൾ ലഭിക്കാൻ തുടങ്ങുന്നതോടെ ഈ ദിവസങ്ങളിൽ, അതായത് വരുന്ന ആഴ്ചയിലെ താപനിലയിൽ കുറവുണ്ടാകും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് ആശ്വാസകരമായ കാര്യമാണ്. സ്വാഭാവികമായും മലയോര മേഖലയിലായിരിക്കും ശക്തമായ മഴ ലഭിക്കാൻ സാധ്യത. ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും കൂടി സാധ്യതയുണ്ട്. ഇന്നടക്കമുള്ള ദിവസങ്ങൾ, അതായത് ഇന്നടക്കമുള്ള അടുത്ത 4 ദിവസവും സംസ്ഥാനത്ത് വേനൽ മഴയ്ക്ക് സാധ്യത പ്രവചിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് ശേഷം മലയോര മേഖലയിൽ ലഭിക്കുന്ന വേനൽ മഴയ്ക്കായിരിക്കും സാധ്യത ഈ ദിവസങ്ങളുള്ളത്. പക്ഷേ ഈ ദിവസങ്ങളിൽ കനത്ത ചൂട് അങ്ങനെ തന്നെ തുടരാനാണ് സാധ്യത മുന്നറിയിപ്പ് കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. ജി കെ. ശരി, അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.